ഹലോ, അസ്സലാമു അലൈക്കും. ബാക്കി വന്ന ചോറ് നമുക്ക് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അതും പുട്ടുപൊടി ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രുചികരമായ പുട്ടുണ്ടാക്കിയെടുക്കാം. കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് 2 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്കൊരു ചേരുവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 സവാളയും ഒരു ക്യാരറ്റും ആണ്. ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്ററിൽ ചീകി എടുത്തതാണ്. സവാള നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൂടുതൽ നേരം ഒന്ന് വഴറ്റിയെടുക്കേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും ആദ്യം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് നമ്മളിതിൽ വറ്റൽമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ 2 ചെറിയ പച്ചമുളക് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിന് ചെറിയ എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് എടുക്കാം. നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പച്ചമുളക് എരിവില്ലാത്തത് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റോളം, 2 മിനിറ്റൊന്നും വേണമെന്നില്ല, ഒന്ന് ചെറുതായി വഴന്ന് വരണം. നല്ല വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ കഷ്ടി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നല്ല രുചികരമായ ഒരു പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കറി വേണ്ട, പുട്ടുപൊടി വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. ചോറ് ബാക്കി വന്നത് വേസ്റ്റായി പോവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എത്ര നേരം വെച്ചാലും പിറ്റേ ദിവസം വരെ ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 കപ്പ് ചോറെടുത്തതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 2 കപ്പ് ചോറിലേക്ക് 3 കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അളന്ന് തന്നെ എടുക്കുക കേട്ടോ. അതിനാണ് നമ്മൾ കപ്പിൽ അളന്നെടുക്കുന്നത്. ഇനി കപ്പില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബൗളിൽ അളന്നെടുത്താൽ മതി. അതേ നമ്മൾ എത്ര ചോറെടുക്കണോ അതിൻ്റെ ഒരു ഇതും കൂടി കൂട്ടിയെടുക്കുക പൊടി കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് പൊടി എടുത്തിട്ടുണ്ട്, 3 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂണ് വെച്ചിട്ട് ഈ ചോറും ഈ പൊടിയും കൂടി നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഈ ചോറും പൊടി ആയി കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ നമ്മൾ പൊടിക്കാനും ചെറിയ ജാറുണ്ടല്ലോ അതെടുത്താൽ മതി. അതാകുമ്പോൾ നമുക്കിത് പൊടിച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഈ ജാറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം നനവൊന്നും വേണ്ട. അപ്പോൾ ഇതാ നമ്മൾ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. 1-2 വട്ടം ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി കേട്ടോ. 1-2 വട്ടം കറക്കിയെടുക്കുമ്പോഴേക്കും ഇത് നല്ലോണം പൊടിഞ്ഞ് കിട്ടും. കൂടുതൽ നേരം കറക്കിയെടുക്കരുത്, അപ്പോൾ ഇത് കട്ടായി പോകും കേട്ടോ. ഇതുപോലെ 2-3 തവണ ഒന്ന് കറക്കിയാൽ മതി. കണ്ടല്ലോ, ഇതുപോലെ നല്ല നൈസായിട്ടുള്ള പുട്ടുപൊടി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നൈസ് പറഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കണ്ടാൽ പുട്ടുപൊടിയാണെന്ന് തോന്നും. കണ്ടല്ലോ, നല്ല ഇതാണ് കേട്ടോ പുട്ടുപൊടി കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം മിക്സിയുടെ ജാറിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴാണ് പൊടിഞ്ഞ് വരുമ്പോൾ നിറച്ചാവും. ഇപ്പോൾ ഇതാ നമ്മൾ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1-2 ക്രഷ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല പൊടിയാണ്, പുട്ടിൻ്റെ പൊടി തന്നെയാണ്. നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മൾ അമർത്തിയെടുക്കുമ്പോൾ കട്ടയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ പൊടിക്കാനും പറ്റും. അപ്പോൾ ഇതിലിട്ടിട്ട് മസാല ആക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത ബൗളിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ഉള്ളിയുടെയും
ക്യാരറ്റിൻ്റെയൊക്കെ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ഇതിലിടാണ്ട് നല്ല ഇതോടൊക്കെ തന്നെ പച്ചയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയല്ല മസാല ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് കട്ട കെട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കറക്റ്റ് നനവാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ചോറിന് 3 കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പുട്ടാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് പുട്ടും കുറ്റിയിൽ ഇട്ടിട്ട് പുട്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് കണ്ടല്ലോ, നല്ല പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല അടിപൊളിയിൽ നമുക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പുട്ടുപൊടി തൊട്ടും ഉണ്ടാക്കാം ഇതുപോലെ. പക്ഷേ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചോറ് ചേർക്കാൻ പറ്റിയ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. നമുക്ക് ബാക്കി വന്ന ചോറ് കളയും വേണ്ട. ഇതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ചിരട്ടപ്പുട്ട് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് പുട്ടും കുറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടിയിൽ തേങ്ങ ഇട്ടിട്ട് നമ്മളിതുപോലെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഇനി ഞാൻ പുട്ട് ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടുമാണ് കേട്ടോ. നമ്മളിത് എത്ര നേരം വെച്ചാലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ 2 എണ്ണം ഉണ്ടാവുകൊണ്ട് മാറി മാറി വെക്കാൻ വേണ്ടിയിട്ട് ചിരട്ടപ്പുട്ടിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിൽ നിറച്ചെടുത്തിട്ടുണ്ട്, രണ്ടാമത്തേലും നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചോറ് ബാക്കി വന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ ഞാൻ നല്ല നല്ല വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ചോറ് ബാക്കി വന്നാൽ ചിലവർക്ക് അത് തിളപ്പിച്ച് ഊറ്റിയാലോ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് കളയണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമമായിരിക്കും. നമുക്ക് എത്ര കറക്റ്റായിട്ടും നമുക്ക് ചോറ് വെക്കാൻ വയ്ക്കില്ല. നമുക്ക് എന്തായാലും ബാക്കി വരും. നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചോറ് തീറ്റ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് തികയാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചോറ് വെക്കും. അപ്പോൾ ചോറ് ബാക്കി വരുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാണ്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് ചൂടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ കൊട്ടിയെടുത്തിട്ടുള്ളൂ. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടൊന്നുമില്ല, നല്ല ആവി പോകുന്നുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് പുട്ടാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയും വേണ്ട, പഴവും വേണ്ട, നല്ല ചൂട് കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി പുട്ടാണ്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.